നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേഗം ആവട്ടെ. ആ ഷാമ്പു ഇട്ട് നന്നായിട്ട് അങ്ങ് പതപ്പിക്കേ, അഴുക്കൊക്കെ പോട്ടെ. വിശ്വനാഥ മുതലാളിയെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നവരാ. ഇത് അഡ്വക്കേറ്റ് മോളി കുര്യൻ ഫ്രം മുംബൈ ഹൈക്കോർട്ട്സ്. അധോലോകങ്ങളുടെ കേസ് മാത്രം വാദിച്ചിരുന്ന വക്കീലിന് ഇത് വെറും നിസ്സാരം. ജാമ്യം കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവും. ഒരു മിനിറ്റ് സംസാരിക്കാമല്ലോ അല്ലേ? സംസാരിക്കാം. മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഏത് കൊടികെട്ടിയ വക്കീൽ എന്ത് തെളിവുണ്ടെന്നാലും ഇന്ന് മുതലാളിക്ക് ജാമ്യം കിട്ടിയിരിക്കും. മുതലാളി ധൈര്യമായിട്ട് അകത്തോട്ട് ചെല്ല്. ബാക്കിയൊക്കെ നമ്മുടെ വക്കീൽ നോക്കിയോളൂ. വാ നടക്ക്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 109 പ്രകാരം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അന്യായത്തിൽ കുറ്റാരോപിതനായ വിശ്വനാഥനെ കൂടുതൽ തെളിവെടുപ്പുകൾക്ക് വേണ്ടി 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതും ആയതിൻ പ്രകാരം
പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു ജാമ്യാപേക്ഷയുമായി പ്രതിഭാഗം കോടതിയിലെത്തിയത് തികച്ചും ആശങ്കാജനകമാണ്. റിമാൻഡ് കാലാവധി തീരുന്നതിന് മുൻപ് നിയമവിരുദ്ധമായ ഇങ്ങനൊരു ശ്രമം ഏതോ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആർക്കും ബോധ്യപ്പെടും. ഈ സാഹചര്യത്തിൽ ഈ ജാമ്യാപേക്ഷ നിരുപാധികം തള്ളണമെന്നും കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. ഡിഫൻസ് ലോയർക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടോ? തീർച്ചയായും യുവർ ഓണർ. വാദിഭാഗം വക്കീൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വാസ്തവ വിരുദ്ധമാണ്. സെക്ഷൻ 109 BNS പ്രകാരം വധശ്രമം എന്ന നിലയിൽ പരിഗണിക്കേണ്ട ഒരു കേസല്ല ഇത്. പകരം ഇതൊരു കുടുംബ തർക്കമാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ആലപ്പുഴയിലും പരിസരത്തുമുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മാണിക്യമംഗലത്തെ കുടുംബാംഗങ്ങൾ എന്റെ കക്ഷി വിശ്വനാഥനെതിരെ നൽകിയിട്ടുള്ള ചെറുതും വലുതുമായ കേസുകളുടെ ഡീറ്റെയിൽസ് ആണിത്. ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലേക്കും തുടർ അന്വേഷണത്തിലേക്കും ഞാനിത് സമർപ്പിക്കുന്നു. യെസ്, യു പ്രൊസീഡ്. ഇതിൽ പല കേസുകളും പ്രഥമ ദൃഷ്ടിയാൽ തള്ളിയതും തെളിവുകളുടെ അഭാവത്തിൽ എന്റെ കക്ഷിയെ നിരുപാധികം വിട്ടയച്ചതുമാണ്. എന്റെ കക്ഷിയെ അപകീർത്തിപ്പെടുത്താൻ അത്തരത്തിൽ ബോധപൂർവം കെട്ടിച്ചമച്ച് തികച്ചും ഫാബ്രിക്കേറ്റഡ് ആയ ഒരു കേസാണ് ഇതും. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. യു ഡിഫൻസ് പ്ലീസ്. സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം രാത്രിയിൽ അടുക്കളയിലെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കാൻ യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെ തികച്ചും നിഷ്കളങ്കനായി നടന്നുവന്ന എന്റെ കക്ഷിയുടെ ദേഹത്തേക്ക് മനഃപൂർവ്വം ചാടുകയായിരുന്നു ഈ കേസിലെ വാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന മൈഥിലി കുട്ടിക്കൃഷ്ണൻ. മൈഥിലി കുട്ടിക്കൃഷ്ണൻ എന്ന ഈ വാദിയുടെ പേരിൽ പോലും അവർ വാദിയല്ല, പ്രതിയാണെന്ന് തെളിയിക്കുന്ന സൂചനയുണ്ട്. 8 വർഷവും 15 ദിവസവും മുൻപ് മാണിക്യമംഗലത്ത് വീട്ടിൽ അജയഘോഷിനെ 1995 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ച ഇവർ എന്തുകൊണ്ട് ഇപ്പോഴും അച്ഛന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു?